ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തി, ഇടിയപ്പം, അപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഗ്രീൻ പീസ് കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ ഗ്രീൻ പീസ് വെള്ളത്തിലേക്കിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഗ്രീൻ പീസ് കറിയൊക്കെ വെക്കാൻ സമയത്ത് രാത്രിയിലാകുമ്പോൾ വെള്ളത്തിലേക്കിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കാറാണ് പതിവ്. അതുപോലെ തന്നെ ഏകദേശം ഒരു 6-7 മണിക്കൂർ ഒന്ന് കുതിർന്നിട്ടുള്ളതാണ്. ഒരു മാക്സിമം ഒരു 4-5 മണിക്കൂർ മതി കേട്ടോ നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. കുറച്ചും കൂടി കൂടുതൽ സമയം ആകുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1/2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അളവിൽ അളന്ന് ഇതിലേക്ക് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വീർത്തൊക്കെ വരുമ്പോൾ ഏകദേശം 1 കപ്പ് അളവിലുണ്ടാവും ഗ്രീൻ പീസ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ചെറിയൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് കഴുകിയെടുത്ത നമ്മുടെ ഗ്രീൻ പീസും അതുപോലെ തന്നെ 1/2 കപ്പ് അളവിൽ വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രമേ ഗ്രീൻ പീസ് ഉള്ളൂ. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി, ഈ ഒരു സമയം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ, അതായത് മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ 2 വിസിൽ വെക്കുന്നത്. ചില കുക്കറിൽ കുറച്ചും കൂടി കൂടുതൽ വിസിൽ വേണ്ടി വരാം. അത് നമ്മൾ വേവിച്ചെടുക്കുന്ന ആ ഒരു അളവ് നമുക്ക് അറിയാമല്ലോ, അതിനനുസരിച്ചിട്ട് നമുക്ക് വേവിക്കാവുന്നതാണ്. പലരും കമൻസിലൂടെ ചോദിക്കുന്നതാണ് നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കടായിയുടെയും അതുപോലെ തന്നെ കുക്കറിൻ്റെയൊക്കെ ആ ഒരു പർച്ചേസിങ് ലിങ്കും ബ്രാൻഡും ഒക്കെ ഏതാണെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ ഒരു 2 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഉടൻ തന്നെ തുറക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിലെ കംപ്ലീറ്റ് പ്രഷറും ഇങ്ങനെ ഇരുന്ന് പോകട്ടെ, അതിനുശേഷം മാത്രം നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരല്പം മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ മാത്രം, കാരണം നമുക്കിതിലേക്ക് താളിച്ചും കൂടി ചേർക്കാനായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഈ ഒരു സമയം കൂടുതൽ എണ്ണ ചേർക്കണ്ട. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ 2 ഏലക്കയും ചെറിയ പീസ് അളവിൽ കറുവാപ്പട്ടയും വയനയിലയും എടുത്തിട്ടുണ്ട്. ചെറിയ പീസ് അളവിൽ 2 വയനയില, അതും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഈ ഒരു രീതിക്ക് ലൈറ്റായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഈ ഒരു രീതിക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടിയാണ്. കൂടെ അത്യാവശ്യം വലിയ സവാളയിൽ 1 സവാള ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. വെജിറ്റബിൾ ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് നമുക്ക് അരിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തേക്കണം. അപ്പോൾ അത്യാവശ്യം വലുതിലൊന്നാണ് എടുത്തിട്ടുള്ളത്. തീരെ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 സവാള, വലുതാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരേ ഒരു സവാള എടുക്കാം, അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി, നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, അതിൻ്റെ പേരിൽ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഈ ഒരു സമയം തന്നെ ചേർക്കണം. ഞാനിപ്പോൾ 2 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. വളരെ കുറച്ച് സമയം മാത്രമേ ഞാൻ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുള്ളൂ. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു തക്കാളി ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. അധികം പുളിയില്ലാത്ത തക്കാളി വേണം കേട്ടോ ചേർക്കാനായിട്ട്. തക്കാളിയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. തക്കാളിയെല്ലാം ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും, വെന്തുടയണം എന്നുള്ള ആവശ്യമില്ല. നല്ല രീതിക്ക് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ നമുക്ക് വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒരു അല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. കൂടെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നേരത്തെ ഗ്രീൻ പീസ് വേവിച്ചെടുത്ത സമയത്ത് തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എക്സ്ട്രാ മഞ്ഞൾപ്പൊടി ഈ ഒരു സമയം വേണ്ട. അപ്പോൾ നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രീൻ പീസും കൂടി ഈ ഒരു സമയം ചേർക്കാവുന്നതാണ്.
ഗ്രീൻ പീസ് അത്യാവശ്യം നന്നായിട്ട് ഇരുന്ന് വെന്തിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ കറിയിൽ ഉണ്ടാവുള്ളൂ. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങും കൂടിയാണ്. നന്നായിട്ട് വേവിച്ചെടുത്ത മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കാം. ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഒരുപാടിട്ട് ഇളക്കാൻ വേണ്ടി നിൽക്കരുത്, എങ്കിൽ പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ തീരെ പൊടിയേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിൽ മാത്രം ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതിയാവും. നല്ലതുപോലെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ ഗ്രേവിക്കും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒരു സമയം ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഗ്രീൻ പീസ് വേവിക്കാൻ സമയത്ത് ഒരു അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഉപ്പ് തികയില്ല, അതിൻ്റെ പേരിൽ കുറച്ചും കൂടി ഉപ്പൊന്ന് ചേർക്കുകയാണ്. ഇനി നമ്മുടെ ഈ കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. 2-3 മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. അത്രയും സമയം കൊണ്ട് ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ പീസിൽ പിടിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലൊക്കെ നന്നായിട്ട് എന്നെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ വെച്ചാൽ 2-3 മിനിറ്റ് ഒരു തിളപ്പിക്കാം. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഈ കറി ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല പാകത്തിന് നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്, ഇതുപോലെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരല്പം മല്ലിയിലയും കൂടിയാണ്. മല്ലിയിലയും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ കറിയിലേക്ക് ചെറിയൊരു താളിപ്പും കൂടി ചേർത്ത് കൊടുത്താലേ അത് പെർഫെക്റ്റ് ആവുള്ളൂ. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ താളിച്ചും കൂടി ചേർക്കാം ഇതിലേക്ക്. അപ്പോൾ ഇതൊന്ന് താളിച്ച് ചേർക്കാനായിട്ട് ചെറിയൊരു കുഞ്ഞ് ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ നിറയെ തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കടുകെല്ലാം ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിൽ ഒരു 3 വെളുത്തുള്ളി അല്ലി ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുകയാണ്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 5 വെളുത്തുള്ളി അല്ലി നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 2 വറ്റൽമുളകും കൂടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വെളുത്തുള്ളി അല്ലിയുടെ കളറൊക്കെ ഇതുപോലെ ലൈറ്റായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ ഒരു 2 പിഞ്ചളവിൽ മാത്രം കായപ്പൊടിയും കൂടി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ താളിച്ചത് കറിയിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ താളിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ അതുപോലെ തന്നെ ദോശയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. വളരെ കുറുകിയ ചാറോട് കൂടിയിട്ടാണ് നമ്മുടെ ഗ്രീൻ പീസ് കറി കിട്ടിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ഗ്രീൻ പീസ് കറി വെക്കുന്നതിൽ നിന്നും ഒരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ ഇത് നമുക്ക് കിട്ടുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഗ്രീൻ പീസ് കറി തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.